ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇനി നമുക്ക് 5 to 6 വയസ്സായ കുട്ടിക്കുള്ള ഒരു ക്രോപ്പ് ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് വരുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാനത് ഇതേപോലെ കാപ്പിയിൽ ഒരു ഗോൾഡൻ വര വരുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിന് മാച്ചായിട്ടുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈനിങ് ഇതേപോലെ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം 4.5 ഇഞ്ച് ഇതേപോലെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ വരുന്നത് 5 ഇഞ്ചാണ്, അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് വരുന്നത് 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 7.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഒരു കോർണറിൽ നിന്നായിട്ട് ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ നന്നായിട്ട് കുഴിച്ചൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് എടുത്തിട്ടുള്ളത് 2 ഇഞ്ചും ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമായിട്ട് വരുന്നത് ഇതേപോലെ 4 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്കൊരു ബോക്സ് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്രോപ്പ് ടോപ്പിന് സ്ക്വയർ നെക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ രീതിയിലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് 12 ഇഞ്ചാണ്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇറക്കം ഇതേപോലെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാട്ടോ, കുറവായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ലൈനിങ് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് നീക്കിയിട്ട് വേണം ഇതേപോലെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ വെച്ചെടുക്കാനായിട്ട്. അതിന് ശേഷം ഇതേപോലെ ആം ഹോളും ആ ഒരു സൈഡും ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബാക്ക് പോർഷൻ്റെ ഒരു വിധമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്കിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ ഇതേപോലെ 2 സെപ്പറേറ്റ് പീസായിട്ടാണ് ഇരിക്കുക. ഇനി ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഫോൾഡഡ് ഭാഗത്തു നിന്നായിട്ട് നമുക്ക് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സൈഡിലായിട്ട് ഇതുപോലെ 2 ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു 2 ഇഞ്ചിൽ നിന്ന് ഈ 1 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. കുറച്ചിങ്ങനെ ഒരു കയറ്റിറക്കം പോലെ. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് നല്ല ക്ലോത്തിൽ ഇതേപോലെ ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് ലെവലിലൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു രീതിയിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല തുണി ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്ക് പീസും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് ഇതേപോലെ കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്നെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് പീസും നമുക്ക് ഇതേപോലെ 2 പീസായിട്ടാണ് കേട്ടോ കിട്ടുക. ഇനി ഇതിൽ വെക്കാനായിട്ട് നമുക്ക് കുറച്ച് വള്ളികൾ വേണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമുക്ക് 2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ 2 പീസ് തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഇത് നമുക്ക് ബാക്കിൽ വള്ളി വെക്കാനായിട്ടാണ്. അപ്പോൾ ഇതേപോലെ 2 ഇഞ്ചിൽ വീതിയിൽ മാർക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നല്ല ക്ലോത്തിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ തെന്നിപ്പോകുന്ന തുണിയായതുകൊണ്ട് നമുക്ക് വല്ല പേൾപ്പിന് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് അടിക്കുന്നത് ഒന്നും കൂടി നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതേപോലെ 4 ഇഞ്ചിൽ നമ്മുടെ നെക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് ലെവലിൽ നമ്മുടെ തുണിയൊന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് നെക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തായിട്ട് വരുന്ന ആ ഒരു നല്ല തുണിയുടെ ബാക്കിയായിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ച്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ 1/2 ഇഞ്ചിൽ ഇതേപോലെ നമുക്ക് നോച്ചസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ നെക്കിൻ്റെ, അതിൽ തട്ടാണ്ടിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് ഈ ഒരു ലൈനിങ്ങും അതേപോലെ തന്നെ നല്ല ക്ലോത്തും കൂടിയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 1/4 ഇഞ്ച് അതല്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിലായാലും നമുക്ക് ഈ ഒരു പോർഷൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് ഇതേപോലെ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നടുക്കായിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള കട്ടിങ് ഒന്ന് കൊടുക്കാം കേട്ടോ. ഇവിടെ ആയാലും നമ്മൾ അടിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു കട്ടിങ് കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതേപോലെ ലൈനിങ് ചീത്തവശത്തേക്ക് ആക്കിയിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നെക്കും അതേപോലെ തന്നെ അടിവശം ഇതേപോലെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ വെക്കാനായിട്ടുള്ള ആ ഒരു വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ 2 ഇഞ്ചിൽ വെട്ടി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഇതേപോലെ 2 മടക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഈർക്കിളിയോ അതല്ലാന്നുണ്ടെങ്കിൽ സൂചി പിന്നി വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് ആക്കിയെടുക്കണം. ഇനി ഇത് നമുക്ക് 2.25 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു നീളത്തിൽ നമുക്കൊരു 10 പീസ് വേണം. അത് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് മേലെ നിന്ന് ഇതേപോലെ ആദ്യം 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 8 ഇഞ്ചാണ് വരിക. അത് ഇതേപോലെ 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 5 വരകളാണ് കേട്ടോ ഇതേപോലെ നമുക്ക് കിട്ടുക. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/4 ഇഞ്ചിൽ ഇതേപോലെ 4 ഇഞ്ച് വരുന്ന ഭാഗം വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് ഇതേപോലെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഉള്ളിലേക്കൂടെ ആയിട്ട് വേണം 2 ആക്കിയിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ 1/4 ഇഞ്ചിൽ അടുത്ത 2 ഇഞ്ച് ആവുന്ന വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ആ ഒരു 2 ഇഞ്ചിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ഈ ഒരു പീസ് 2 ആക്കിയിട്ട് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ കൂടെ ആക്കിയിട്ട് തന്നെ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1/4 ഇഞ്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അങ്ങനെ ബാക്ക് പോർഷൻ്റെ 2 സൈഡും ഈ ഒരു രീതിക്ക് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടിവശം എത്തുമ്പോൾ ഇതേപോലെ തന്നെ 1/4 ഇഞ്ചിൽ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ചീത്തവശത്തേക്ക് ആക്കിയിട്ട് വേണം ആക്കി കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് നമുക്കൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു സൈഡും അതേപോലെ തന്നെ നമുക്ക് അടിവശം ഉണ്ടല്ലോ, ആ ഒരു സൈഡും ഇതേപോലെ തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. 2 പീസും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ബാക്ക് പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2ൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ചിൽ ഇതേപോലെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഇതേപോലെ 1/2 ഇഞ്ചിൽ ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ലീവ്സും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ സ്ലീവ്സിൻ്റെ ഈ ഒരു സൈഡും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സൈഡ് നമുക്ക് കറക്റ്റ് നമ്മുടെ അളവെടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിലായിട്ട് ഈ ഒരു വള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ റിസൾട്ടും കൂടി ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഫൈനൽ റിസൾട്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ക്രോപ്പ് ടോപ്പ് കാണാനായിട്ട്, ഫ്രണ്ട് ആയാലും അതേപോലെ തന്നെ ബാക്ക് ആയാലും. അപ്പം നിങ്ങളും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.